അപ്പൊ ഇനി കതറ് വിട്ട് ശുപാർശക്കായി സെക്രട്ടേറിയറ്റിലോട് ചെന്ന അവന്മാര് ചവിട്ടി പുറത്താക്കും. നോക്കിക്കോ, അണ്ണന്റെ വരുമാനവും സെക്രട്ടേറിയറ്റിൽ പിടിപാടും ഇതോടെ ക്ലോസ്. ഞൊട്ടും ഏതവൻ ഭരിച്ചാലും സെക്രട്ടേറിയറ്റിന്റെ തീവ്രതറിവി അമ്പയണ്ണന്റെ കയ്യിൽ തന്നെ. തെളിയിക്കണോ? ആ വേണം. എങ്കിൽ 24 മണിക്കൂറിനകം എനിക്കൊരു ട്രാൻസ്ഫർ ഒപ്പിക്കണം. ട്രൗസറോ? ഓ ട്രൗസർ അല്ല, ട്രാൻസ്ഫർ. ട്രാൻസ്ഫറാ? കണ്ണൂരേക്ക്. എന്റെ അമ്മോ, ചുടുകാട്ടിലേക്ക് വേണോ? ഒപ്പിച്ചേരാം, പക്ഷെ കണ്ണൂരിലേക്ക് പറ്റില്ല. നടക്കോ ഇല്ലയോ ഇപ്പൊ അറിയണം. വെല്ലുവിളിയാണോ? എങ്കിൽ നടക്കും. സ്വന്തക്കാരനാണെങ്കിലും നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല, നീ മറ്റേ പാർട്ടിയാ. അപ്പൊ കണ്ണൂരിലേക്ക് ഒരു ട്രാൻസ്ഫർ. എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയ പൂവും കൈയും കഴുകി തൊടും നെയ്യേ നറും നെയ്യേ പാലും പഞ്ചാരപ്പാവും കാലും പിടിച്ചു കെഞ്ചും ചേലേ ചുണ്ടിൻ ചേലേ മയിൽപ്പേലി വിരിഞ്ഞിപ്പാളും മണിച്ചേല് മൊഴി മനം പോലെ മുടിഞ്ഞു കന്നിപ്പെണ്ണേ കണ്ണേ പൊന്നേ കൊമ്പത്തെ കിളിയല്ല മനസ്സിലെ കണിപ്പൂവിൻ കന്നിത്തേനെ അറപ്പുരക്കിടക്കയിൽ ചുരല്ല വിരിപ്പുകൾ വിരിക്കുമെൻ മോഹങ്ങൾ കാണേണം ചന്ദ്രത്തിൻ കാതല് മറിക്കുവാൻ വയ്യന്നായൻ സ്വപ്നത്താള് പടിപ്പുര തളത്തിലെ തളിരടി കരം പിടിച്ചണയ്ക്കുവാൻ നേരോ കുഞ്ഞു ജമന്തിപ്പൂവും കൈയും കഴുകി തൊടും നെയ്യേ നറും നെയ്യേ പാലും പഞ്ചാരപ്പാവും കാലും പിടിച്ചു എന്നും ചേല് ചുണ്ടിൻ തേല് മയിൽപ്പീലി വിരിഞ്ഞിപ്പാളും മണിച്ചേല് മൊഴി മനം പോലെ മുടി കന്നിപ്പെണ്ണേ കണ്ണേ പൊന്നേ
വിട്ടുകൊടുക്കരുത്, വെട്ടി നുറുക്കണം എല്ലാത്തിനെയും. ശശിധരൻ മാസ്റ്ററെ വെട്ടിക്കൊല്ലാൻ കെണിയൊരുക്കിയത് അവനാ, ഓരോത്ത് രാഘവൻ. അവനിപ്പോ MLA. എന്റെ കാലേ തളർന്നിട്ടുള്ളൂ. ഇലക്ഷൻ വരെ ഒന്ന് അടങ്ങിയപ്പോ ഭരതൻ 10 താഴ്ത്തി എന്ന് കരുതി. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അവനങ്ങ് വരട്ടെ. അറുത്ത് എടുക്കണ എംബോക്കിയുടെ കാലുകൾ. എന്ത് മണ്ഡല പര്യടനം നടക്കില്ലെന്നോ? നമ്മുടെ 2 സഖാക്കളെ കൊന്നു. ഓഹോ, അപ്പൊ ഭരതൻ കളി തുടങ്ങി. ചോരയ്ക്ക് ചോര, ജീവന് ജീവൻ. ഈ രാഘവന്റെ താണ്ഡവം കാണാൻ പോകുന്നുള്ളൂ. You are under arrest. എന്റെ കണ്ണു പിടിച്ച് നടക്കുകയല്ല കള്ള റാസ്കൽ. ഞാൻ സാർ ഉദ്ദേശിക്കുന്ന ആളല്ല. അപ്പൊ താനരാ? അവൻ പറഞ്ഞു വിട്ടല്ലേ? എനിക്കറിയാം. ഈ നാട് ചുട്ടെരിയുമ്പോ അന്തകന്റെ നിഴല് പോലെ അവൻ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടാവും. എനിക്ക് നിയമം നടപ്പാക്കണം. എവിടെ അവൻ? അയ്യോ, എനിക്കൊന്നും അറിയില്ല. ഞാനിവിടെ ജോയിൻ ചെയ്യാമെന്ന് മറിയ ഡോക്ടറാ. എല്ലാം കണ്ട് പേടിച്ചിങ്ങോട്ട് ഓടിക്കയറിയതാ. ആഹാ, അപ്പൊ ഇന്നാട്ടി പുതിയതാ? കൊലപാതകം ഇവിടെ ഒരു തമാശയാ. 2-ന് 2 ഈക്വൽ സ്കോർ. അപ്പൊ മൃഗ ഡോക്ടറാ? അതെ. ആ, അതെ, ഈ നാട്ടിൽ ചികിത്സിക്കേണ്ടത് മൃഗങ്ങളെയല്ല, വിവേകബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യ മൃഗങ്ങളെയാ. എന്താ രാവിലെ കഴിച്ചത്? ഗോതമ്പ് പുട്ടും പപ്പടവും. പശുവോ? പശുവല്ല, ഞാൻ. അത് ശരി, തന്റെ കാര്യമല്ല പശുവിന്റെ കാര്യമാണ് ചോദിച്ചത്. 2 ദിവസമായിട്ട് തീറ്റയില്ല കുടിയില്ല. കല്യാണം കഴിഞ്ഞതാ? പശുവിന്റെയാ? ഇപ്പൊ ചോദിച്ചത് തന്റെ കാര്യമാണ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. മക്കള്? 3. വെരി ഗുഡ്. അപ്പൊ രോഗം പിടികിട്ടി. ആരുടെ? പശുവിന്റെ. ഒത്തിരി അനുഭവങ്ങളുള്ള പശുവാ. അയവറക്കണ കണ്ടില്ലേ? ഇങ്ങനെ പഴയതൊക്കെ വയറ്റിന്ന് പോയ ക്ലീൻ. അതായത് വയറിളക്കി കളയണം. അതിനുള്ള മരുന്ന് ഞാൻ തരാം. പ്രഭുദേവേ! എന്താ? ഈച്ച. എടാ പ്രഭുദേവേ! പ്രഭുദേവ നിന്റെ അച്ഛൻ ആ വയറിളക്കി ഉണ്ടാ. ഇയാളെ ഒരു കാര്യം. പ്രഭുദേവ ചേട്ടോ, ഡോക്ടർ വിളിച്ചത് കേട്ടില്ലേ? മോർണിംഗ് വന്നേടാ. പ്രഭുദേവ നിന്റെ അച്ഛൻ നിന്റെ അമ്മയുടെ മടിയിലിരുത്തിയാണോ എനിക്ക് പേരിട്ടത്? ആണി രോഗം കാരണം കാല് നിലത്ത് കുത്താൻ വയ്യ. അപ്പഴാ അവന്റെ ഒരു വയറിളക്കി. എന്താ ഇത്? വയറിളക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ ആ ചവരി പിറ്റിയായിരുന്നു വയറിളക്കി കൊണ്ടുവന്നു. ഇനി ഇത് വെച്ച് എന്താണാവോ ചികിത്സ? അതിനെ ഷോക്കടിപ്പിച്ച് കൊല്ലുവോ? മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? രോഗികളായി എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള പട്ടി. എന്തു പറ്റി ചേട്ടൻ? പശുവിനെന്ത് പറ്റി? നല്ല സുഖമില്ല. അയ്യടാ, ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഈ ഡോക്ടർ സാർ നേരിട്ട് വീട്ടിൽ വന്ന് ചികിത്സിച്ചാനല്ലോ. എന്താ അസുഖം? അകട്ടിലൊരു നീര് പോലെ. അകട്ടില്ല നീരോടെ നിക്കട്ടെ. എന്നാ നിന്റെ ചിട്ടി വിളിക്കുന്നത്? അടുത്ത ആഴ്ച. ആണാ? ആരും അറിയാതെ ചിട്ടി എനിക്ക് പൊക്കി തരൂ. ഓഹോ, അപ്പോഴത് അഡ്ജസ്റ്റ്മെന്റ് ചിട്ടിയാണല്ലേ? അതെ, ഞങ്ങൾ തമ്മിൽ പല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് ചോദിക്കാൻ നീ ആരാടാ പ്രഭുദേവൻ? പ്രഭുദേവന്റെ അച്ചാച്ചൻ. എന്റെ അച്ചാച്ചൻ വിളിച്ചാൽ നിന്നെ അണപ്പല്ലേ? ഇതെന്താ ഹോസ്പിറ്റലോ അതോ ചന്തയോ? ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ്. മോൻ ഇതിന്റെ അകത്ത് ഇടപെടണ്ട. ഇത് കണ്ട, ഞാൻ ഇവിടുത്തെ ചീഫ് ഡോക്ടറാണ്.
തന്റെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ തെറിപ്പിക്കും. തനിക്കെതിരെ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും. ആൾമാറാട്ടോ? അതെ, കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടി ഡിപ്പാർട്ട്മെന്റിനെ ചീറ്റ് ചെയ്തു. പ്രഭുദേവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അറ്റൻഡർ ചന്ദ്രപ്പൻ അതിന് കൂട്ടുനിന്നു. അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല. അത് പോട്ടെ, താനാരാ ഇതൊക്കെ ചോദിക്കാനായിട്ട്? ഞാനിവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ. അറിഞ്ഞില്ല കൊച്ചു ഡോക്ടറെ. അപ്പൊ അകിടിന്റെ കാര്യം? അകിട് മണ്ണാങ്കട്ട പാലിൽ തീ പിടിച്ചപ്പോൾ അകിടും കൊണ്ട് വന്നത്. അകിടി കാലുപോയി, കുടത്തി കാലുപോയി. ഡോക്ടറെ, ഒരു കൊച്ചാണി രോഗിയാണ് ഡോക്ടറെ. ഞാൻ എക്സ്ക്യൂസ് ഒന്നും പറയണ്ട. ഊരിയെടുക്കാനായിട്ട് മുമ്പിൽ മാറൂ. ആ മുഖം കണ്ടിട്ട് മൃഗഡോക്ടറാണെന്ന് തോന്നിയില്ല. ക്ഷമിക്കണം ഡോക്ടർ. ഞാനൊന്നും ഇല്ല, പറയാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇവിടെ അങ്ങനെ ഒരു ഡോക്ടറിന്റെ ആവശ്യമില്ല. ഈ സ്ഥലം ഏതാണെന്ന് അറിയാലോ? കണ്ണൂരാണ്, കണ്ണൂര്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോടാ? ഇവിടുത്തെ സ്കോർ നിലവാരം 2-2. നിന്നെ കൂടി കൊന്ന് 3 ശ്രമിക്കരുത്. അതുകൊണ്ട് വന്ന പുള്ളിക്ക് തിരിച്ചു പോവാം. ചാർജ് എടുക്കാൻ വരുന്ന ഓരോ ഡോക്ടർമാരെയും ബോംബിന്റെ കഥ പറഞ്ഞ് വിരട്ടി ഓടിക്കുന്ന പോലെ എന്നെ തുരത്താൻ നോക്കണ്ട.